ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഡ്വാൻസ് സെന്റൻസസ് ആണ്. നമ്മളിപ്പം ചിലർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നാറുണ്ട് അല്ലേ? നല്ല രസം തോന്നാറുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്, ഒരു ഇമ്പമായിട്ടും അവരുടെ ആക്സെൻസും പ്രൊണൗൺസിയേഷനും ഒക്കെ ഒരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം നമുക്ക് അതുപോലെ നമ്മുടെ സംസാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് സെന്റൻസസ് വേണം. കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സെന്റൻസസ് നമുക്ക് എന്തിനാ, നമ്മൾ ഒരു പാർട്ട് 1 ഇപ്പോൾ കഴിഞ്ഞു, അതിൽ നമ്മൾ 10 സെന്റൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 10 വേറെ സെന്റൻസ് കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം, നമുക്ക് നമ്മളെ ഇംഗ്ലീഷ് സംസാരം കേൾക്കുമ്പോൾ കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് നല്ലോണം പഠിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലോണം അറിയാമെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. പിന്നെ കേൾക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവും നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അല്ലേ? അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് കേട്ട് പഠിക്കണം എന്നൊരാഗ്രഹവും കേൾക്കുന്ന ആൾക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. പോരാത്തതിന് പിന്നെ വേറെ ആരെങ്കിലും പറയുവാണ് ഈ സെന്റൻസസ് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കറിയാവുന്ന ഇംഗ്ലീഷ് അല്ലേ അവർ സംസാരിക്കുക. ആ സമയത്ത് അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുകയും വേണ്ടേ? അപ്പൊ അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മളിത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യ സെന്റൻസിലേക്ക് കിടക്കാം. ടേൺ ലെഫ്റ്റ്. നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വഴി ചോദിക്കില്ല, നമ്മൾ എങ്ങനെയാ പോവേണ്ടത്, എങ്ങോട്ടാ പോവേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് എന്ന് പറയും. ടേൺ ലെഫ്റ്റ്. ഇതിനെ നമുക്ക് ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയണം എന്നാണ് നമുക്കറിയാം. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ടേക്ക് എ ലെഫ്റ്റ് ടേൺ, കുറച്ചും കൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ ടേക്ക് എ ലെഫ്റ്റ് ടേൺ എന്ന് പറയാൻ പറ്റും. ടേക്ക് എ ലെഫ്റ്റ് ടേൺ രണ്ടും സെയിം അർത്ഥമാണ്, പക്ഷെ കുറച്ചും കൂടി നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടേക്ക് എ ലെഫ്റ്റ് ടേൺ. നല്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ. ഓക്കെ. പിന്നെ ഗോ ബാക്ക്. ഗോ ബാക്ക് നമ്മൾ പറയല്ലേ തിരിച്ചു പോകണം എന്ന് അല്ലേ? തിരിച്ച് കുറച്ച് ദൂരം തിരിച്ചു പോകണം എന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ ഗോ ബാക്ക് എന്ന് പറയും. ഗോ ബാക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് പറയാൻ പറ്റുന്നത് എന്താ, റീട്രേസ് യുവർ സ്റ്റെപ്സ്. റീട്രേസ് യുവർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ സ്റ്റെപ്പിനെ പിന്തുടരണം അല്ലെ, തിരിച്ചു പിടിക്കണം. റീട്രേസ് എന്ന് പറഞ്ഞാൽ ട്രേസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ, ട്രേസ് ചെയ്ത് പിടിക്കാന്ന് പറയില്ല. അതിന് നമ്മൾ വന്ന സ്റ്റെപ്പിന് തിരിച്ചു പോവുക എന്നതാണ് അതിനർത്ഥം. വന്നതുപോലെ തിരിച്ചു പോകണം. റീട്രേസ് യുവർ സ്റ്റെപ്സ്. ഇനി ഐ നീഡ് ടു ലീവ്. ഐ നീഡ് ടു ലീവ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് പോണം എന്ന് നമ്മൾ പറയില്ലേ? ഇനി പോണം എന്ന് പറയുമ്പം നമ്മൾ എന്താ, ഐ നീഡ് ടു ലീവ് എന്നാ പറയാ. ഐ നീഡ് ടു ലീവ്. ഐ നീഡ് ടു ലീവ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയിട്ട് ഐ മസ്റ്റ് ഡിപ്പാർട്ട്. ഐ മസ്റ്റ് ഡിപ്പാർട്ട് രണ്ടും സെയിം ആണ്. നമ്മൾ പക്ഷേ എന്താ, ഐ നീഡ് ടു ലീവ് എന്ന് പറയുമ്പോൾ കോമൺ ഇംഗ്ലീഷ് ആയി, ഐ മസ്റ്റ് ഡിപ്പാർട്ട് എന്ന് പറയുമ്പോൾ എന്തായി, അഡ്വാൻസ് ലെവലായി. ഡിപ്പാർച്ചർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെ. ഐ മസ്റ്റ് ഡിപ്പാർട്ട്. ഇനി ഐ നീഡ് ടു ടോക്ക്. ഐ നീഡ് ടു ടോക്ക്. എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നിന്നോട് സംസാരിക്കണം എന്ന് നമ്മൾ പറയില്ല. നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളോട് എങ്ങനെ പറയാം, എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കണം എന്ന് പറയില്ല. അതിന് പകരം നമുക്ക് പറയാൻ പറ്റും ഐ നീഡ് ടു ടോക്ക്. ഇത് കോമൺ ഇംഗ്ലീഷ്. ദിസ് ഇസ് കോമൺ ഇംഗ്ലീഷ്. നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും, ഐ നീഡ് ടു കൺവേഴ്സ്. ഐ നീഡ് ടു കൺവേഴ്സ് എന്ന് പറയാം. അതായത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഐ നീഡ് ടു ടോക്ക് എന്ന് പറയാം. അത് കോമൺ ഇംഗ്ലീഷ് ആണ്. കുറച്ചും കൂടി ഒഫീഷ്യലോ ഫോർമലോ ഒക്കെയാണ് ഐ നീഡ് ടു കൺവേഴ്സ് എന്ന് പറയും. ഇപ്പം ഒരു എന്താ പറയാ, വലിയ ഓഫീസറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പറയുകയാണ് ഐ നീഡ് ടു ടോക്ക് എന്ന് പറയുന്നതിനെക്കാട്ടി ഐ നീഡ് ടു കൺവേഴ്സ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി യു നീഡ് ടു ലിസൺ. യു നീഡ് ടു ലിസൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ, നീ ഇത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതുണ്ട്. യു നീഡ് ടു ലിസൺ എന്ന് നമ്മൾ പറയില്ലേ, ആ സമയത്ത് നമുക്ക് യു നീഡ് ടു ലിസൺ എന്ന് പറയണം. നീ നിർബന്ധമായിട്ടും കേൾക്കണമെന്നോ, നീ കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. അതിന് നമുക്ക് എന്താ പറയാൻ പറ്റും, യു മസ്റ്റ് പേ അറ്റൻഷൻ. യു മസ്റ്റ് പേ അറ്റൻഷൻ. നമുക്ക് നീ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് യു നീഡ് ടു ലിസൺ എന്നും പറയാം, യു മസ്റ്റ് പേ അറ്റൻഷൻ എന്നും പറയാൻ പറ്റും. രണ്ടും കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? കറക്റ്റ് എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ലിസൺ എന്ന് പറഞ്ഞാൽ കോമണും, യു മസ്റ്റ് പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്. നമ്മളിപ്പം പറയില്ലേ, നമ്മളിപ്പം നീ ഇത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് നീ പറയില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇത് ഉപയോഗിക്കാം. യു മസ്റ്റ് പേ അറ്റൻഷൻ. ഐ നീഡ് ടു വെയിറ്റ്. ഐ നീഡ് ടു വെയിറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐ നീഡ് ടു ബി പേഷ്യൻറ്റ്. ഐ നീഡ് ടു ബി പേഷ്യൻറ്റ് എന്ന് പറയാം അല്ലേ? കാത്തിരിക്കണം എന്നാണ്. അതും സെയിം ആണ്. ഐ നീഡ് ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഇംഗ്ലീഷും, ഐ നീഡ് ടു ബി പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് അഡ്വാൻസും ആണ്. ഇനി എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ ഇതിന്റെ അഡ്വാൻസ് ലെവൽ ആർക്കെങ്കിലും അറിയാം? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീയുടെ എന്താ അഡ്വാൻസ് ലെവൽ സെന്റൻസ് എന്താ പറയാൻ പറ്റാ? എന്താ പറ്റാ? പാർഡൺ മീ.
എന്താ പറയാ, പാർഡൺ മീ. പാർഡൺ എന്ന് നമ്മൾ പറയില്ലേ, നമുക്കിപ്പം എന്തെങ്കിലും എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പം ഒന്നുകിലും നമുക്ക് എന്തെങ്കിലും ഒരാൾ പറയുന്ന കേട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ എന്താ ഓവർടേക്ക് ചെയ്ത് പോകണം, അപ്പൊ അയാൾ സ്ലോയിലാണ് പറഞ്ഞത്, അപ്പൊ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്തു പോകും. ആ സമയത്ത് നമുക്ക് പാർഡൺ മീ എന്ന് പറയാൻ പറ്റും. പാർഡൺ മീ എന്ന് പറയാൻ പറ്റും. ഷടപ്പ്. ഷടപ്പ് എന്നപ്പോഴ എങ്ങനെയാ പറയാ? ഷടപ്പ് എന്ന് പറയുന്നത് എന്തിനാ? ആരെങ്കിലും ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും അധികം എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഷട്ടപ്പ് പറയും. ഷടപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? കീപ് ക്വയറ്റ് എന്ന് പറയാം. കീപ് ക്വയറ്റ്. ഇത് രണ്ടും കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. കീപ് ക്വയറ്റ് ആണ് കുറച്ചും കൂടി ഫോമൽ. ഒരു സെന്റൻസ് കൂടെ കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. കീപ് ഇറ്റ് ഡൗൺ പ്ലീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശബ്ദം കുറച്ച് സംസാരിക്കാനാണ് പറയുന്നത്. കീപ് ഇറ്റ് ഡൗൺ പ്ലീസ്. ഇനി നോക്കൂ, ഹീ ഈസ് ഷൈ. അവൻ നല്ല എന്താ പറയാ, നാണം കുണിയാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഹീസ് ഷൈ എന്ന് പറയാം. അതിന് നമുക്ക് ഹീസ് റാദർ റിസർവ്ഡ് എന്ന് പറയാം. കുറച്ചും കൂടി നല്ലതാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും നാണം കുണുങ്ങി എന്നുള്ള അർത്ഥം വരില്ല, കുറച്ചും കൂടി എന്താ പറയാ, നല്ലൊരു അർത്ഥം വരും. ഹീസ് റാദർ റിസർവ്ഡ്. അർത്ഥം ഒന്ന് തന്നെയാണ്, എന്നാലും സ്റ്റിൽ ഇറ്റ് ഈസ് സോ ഗുഡ്. ഐ നീഡ് എ ടാക്സി. എനിക്കൊരു ടാക്സി വേണം. ഐ റിക്വയർ എ ടാക്സി. നീഡിന് വരെ റിക്വയർ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ നീഡ് എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് വരെ റിക്വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോമലും അഡ്വാൻസ് ലെവലും ആവും. ഓക്കെ, അതൊന്ന് നിങ്ങൾ ഓർത്താൽ മതി. നീഡ് എന്നുള്ള സ്ഥലങ്ങൾ വരുമ്പം നമുക്ക് ഐ റിക്വയർ എ ടാക്സി, ഐ റിക്വയർ സംതിങ്, എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ മാത്രം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള നല്ല സെന്റൻസുകൾ അറിയാം, ആ സെന്റൻസുകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, കുറച്ച് പേർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, നമുക്ക് പരസ്പരം പഠിച്ച് വളരാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോടെ കേട്ടിരുന്നതിന് താങ്ക് യു വെരി മച്ച്.